എന്താ ഇവിടെയൊക്കെ ശരീഅത്ത് നിയമമാണെന്നാണോ ഈ സ്ത്രീ ധരിച്ചിരിക്കുന്നത്? ഇവിടെ ഇന്ത്യൻ പീനൽ കോഡാണ്. താത്ത മനസ്സിലാക്കണം, ഈ ജിഹാദികൾ മനസ്സിലാക്കണം, ഇവിടെ ഇന്ത്യൻ പീനൽ കോഡാണ്. ഒറ്റ ഒരുത്തനെയും വിടാൻ പോകുന്നില്ല. ഈ ഒരു അഭ്യാസം ഇവിടെ പിണറായി വിജയന്റെയും വി.ഡി. സതീശന്റെയും ഉമ്മൻചാണ്ടിയുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇവിടെ ഒരു കൂട്ടുകൃഷി നടത്തുന്ന ജിഹാദി ഏർപ്പാട് ഇതിപ്പോൾ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് അവസരമാണിത്. ഞാനന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഞങ്ങൾ വ്യക്തമായി ഇന്ന് ഓൾറെഡി കേരളത്തിലെ DGPക്കും പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും നമ്മൾ റിട്ടേൺ ആയിട്ട് 124A സെഡിഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ്. രാജ്യദ്രോഹത്തിന്റെ ഏറ്റവും മകുട ഉദാഹരണമാണ് ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വ്യക്തമായി പറയുകയാണ്, നമ്മൾ ഓൾറെഡി ഇത് കേരള DGPക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കെല്ലാം അറിയാം ഈ കേരളം ഭരിക്കുന്നത് ആരാണ്, കേരള പോലീസ് എന്താണ്, ഈ അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിന്റെ അവരുടെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഈ ജിഹാദികൾ ഈ കേരളത്തിൽ പൂണ്ട് വിളയാടാനുള്ള ധൈര്യം കാണിക്കില്ല. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഈ കേരളത്തിലെ പോലീസിൽ മാത്രമല്ല, നമ്മൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ബാംഗ്ലൂര്, ചെന്നൈ, നാഗാലാൻഡ്, ജമ്മു, ഇത്രയും സ്ഥലത്ത് ഓൾറെഡി കംപ്ലൈന്റുകളെല്ലാം ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വാറണ്ട് വരും, 100% ഷുവർ. വി വിൽ മേക്ക് ഷുവർ ദാറ്റ് വാറണ്ട് വിൽ കം ഫ്രം അതർ സ്റ്റേറ്റ്സ്. കേരളത്തിൽ ഒരു ചുക്കും ഇല്ലാന്ന് വിചാരിച്ച് ഇവിടെ പൂണ്ട് വിളയാടാം ഇവളൊന്നും ധരിക്കണ്ട. കേരളത്തിന് പുറത്തുനിന്ന് വാറണ്ട് വന്നിരിക്കും, യാതൊരു തർക്കവും വേണ്ട. വാറണ്ട് വന്ന് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാൻ തയ്യാറായിക്കൊള്ളാൻ ജിഹാദി താത്ത, നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാൻ, ഇന്ത്യയിലെ എല്ലാ കോടതികളും കണ്ട് കയറി ഇറങ്ങി നടന്ന് കാണാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്തോളൂ. ഇത് ഇന്ത്യയാണ്, പാകിസ്ഥാൻ അല്ല. ഇന്നലെ വളരെ ഞെട്ടലോട് കൂടിയാണ് ഈ വീഡിയോ കണ്ടത്. ഒരു മനുഷ്യൻ ഐഷയെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഷയാണിത്. ഭാഷയിലുപരി അയാൾ പ്രകടിപ്പിക്കുന്ന വെറുപ്പും പകയും വൈരാഗ്യവും നോക്കൂ. എന്തൊരു വൈരാഗ്യമാണ് അയാൾ, എന്തൊരു പകയാണ് അയാൾ ഐഷയോട് പ്രകടിപ്പിക്കുന്നത്. ജിഹാദി താത്ത എന്നൊക്കെയാണ് ഐഷയെ അയാൾ വിശേഷിപ്പിക്കുന്നത് പോലും. ഇയാൾ ഒരു വ്യക്തിയല്ല, സംഘപരിവാർ രാഷ്ട്രീയമുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ആളുകൾ വെറുക്കുന്നതും അവസരം കിട്ടിയാൽ വേട്ടയാടുന്നതും പക വീട്ടുന്നതും ഒക്കെ. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇവരിപ്പോൾ ആയിഷയെ ഈ രീതിയിൽ വേട്ടയാടുന്നത്. ഇതിൽ നിന്നും വ്യക്തമല്ലേ നമുക്ക് തന്നെ BJPക്ക് ഇതൊരു സുവർണാവസരമാണെന്നും അവരത് മുതലെടുക്കുകയാണെന്നും. ശരിക്കും ആയിഷയെ ഒരു അവസരം കിട്ടിയപ്പോൾ സംഘപരിവാർ വേട്ടയാടുന്നത് കണ്ടിട്ട് കടുത്ത ഭയം തോന്നുന്നുണ്ട്. ഇവർക്ക് മനുഷ്യത്വം എന്നൊന്നില്ലേ? അബ്ദുള്ളക്കുട്ടിയാണ് ആയിഷയെ വേട്ടയാടാൻ ആരംഭിച്ചതെന്ന് ഇനി എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മലയാളികൾ മറക്കാൻ പാടില്ല. അവർ ഒരു അവസരം കിട്ടിയാൽ നാളെ നമ്മളെ ഓരോരുത്തരെയും ഇതുപോലെയാണ് വേട്ടയാടുക എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണിത്. പ്രഭാരി സാർ, ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നത് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ലക്ഷദ്വീപിന്റെ തനിമ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കുതിര കയറുന്നത്. എന്താണ് ലക്ഷദ്വീപിന്റെ തനിമ സംസ്കാരമെന്നും ആരാണ് ഈ ഐഷ സുൽത്താൻ എന്നും ഒക്കെ നമുക്ക് തെളിയിക്കാനുള്ള ഒരു നമ്മളെ മാധ്യമങ്ങളിലൊക്കെ തെളിയിച്ചു കൊടുക്കാനുള്ളതാണ്. ദ്വീപിന്റെ സംസ്കാരം എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്നത് ആരാണ് ഈ സുൽത്താൻ? ഞാൻ പണ്ടേ പറഞ്ഞതാണ്, അവിടുത്തെ നമ്മുടെ സംസ്കാരവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. അള്ളാഹ് തന്നൊരു സന്ദർഭമാണിത്. നമ്മളിത് തീർച്ചയായിട്ടും അള്ളാഹ് നമുക്ക് തന്നൊരു സന്ദർഭമാണ്, സത്യം പുറം ലോകത്ത് അറിയിക്കുവാൻ. അതുകൊണ്ട് വിഷയം നമ്മൾ വളരെ ഗൗരവമായി വേണ്ട വിധത്തിൽ എടുക്കണം എന്ന് വിനീതമായി വീണ്ടും അഭ്യർത്ഥിക്കുന്നു. നല്ല വാർത്താ പ്രാധാന്യം കിട്ടും കേട്ടോ, അതുകൂടി പരിഗണിക്കണം. ഒരു 2-3 വീഡിയോ ഇങ്ങോട്ട് അയച്ചാൽ മതി, നല്ല വാർത്താ പ്രാധാന്യം കിട്ടും. എത്ര ഭീകരമാണ് അബ്ദുള്ളക്കുട്ടിയുടെ വാക്കുകൾ എന്ന് നോക്കൂ. ഇവർ ഐഷയെ എല്ലാ തരത്തിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആകെ ആശ്വാസം തോന്നുന്ന കാര്യം, ലക്ഷദ്വീപിലെ BJPക്കാരിൽ ചിലർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ട്. അവർ അബ്ദുള്ളക്കുട്ടിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും പാർട്ടി വിടുകയും ചെയ്തിട്ടുണ്ട്. AP അബ്ദുള്ളക്കുട്ടിയും ദ്വീപിൽ നിന്നുള്ള മറ്റു BJPയുടെ ഭാരവാഹികളും പങ്കെടുത്ത വാട്സാപ്പ് ചർച്ചയിലെ ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രഭാരി ഉൾപ്പെടെയുള്ളവർ പാർട്ടി യോഗ തീരുമാനങ്ങൾ പ്രകാരമാണ് ഐഷയ്ക്കെതിരെ പരാതി നൽകിയതെന്ന് വിശദീകരിക്കുമ്പോൾ തീരുമാനം പിൻവലിക്കണമെന്നാണ് BJP ഭാരവാഹികളിൽ ഭൂരിഭാഗം പേരും ആവശ്യപ്പെടുന്നതെന്നാണ് ഈ വോയിസ് വ്യക്തമാക്കുന്നത്. അതൊന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട പ്രഭാരി, എനിക്ക് പറയാനുള്ളത്, ഞാൻ അന്നും ഇന്നും ലക്ഷദ്വീപിലെ ഒരു ജനങ്ങൾക്കും എതിരല്ല. ഞാൻ 1000 പ്രാവശ്യം പ്രഭാരിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രസിഡന്റിനോടും പറഞ്ഞിട്ടുണ്ട്. എന്നും ജനങ്ങളെ കൂടെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. നമ്മൾ പാർട്ടീൻ്റെ നയത്തിനെതിരെ ആര് വന്നാലും, ഇപ്പോൾ പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്ന സമയത്തും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പുതിയ അഡ്മിനിസ്ട്രേറ്ററിനേക്കാളും എനിക്ക് വലുത് എൻ്റെ ലക്ഷദ്വീപിലെ ജനങ്ങൾ തന്നെയാണ്. അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി തന്നെയാണ് ഞാൻ ജനറൽ സെക്രട്ടറി ആയത്.
അല്ലാതെ പ്രഭാരി നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ വെറുതെ വിളിച്ചു പറഞ്ഞ് ആളുകളെ പ്രലോഭിപ്പിച്ചിട്ട് പാർട്ടിയെ നശിപ്പിക്കാനാണ് നിങ്ങളെല്ലാവരും കൂടി ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കിതിലൊന്നും പറയാനില്ല. ഒരു കാര്യം പ്രഭാരി മനസ്സിലാക്കണം, ലക്ഷദ്വീപിൻ്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഞങ്ങൾ പറയുന്നതാണ് പ്രഭാരി മനസ്സിലാക്കേണ്ടത്. പ്രഭാരി ലക്ഷദ്വീപിലേക്ക് വരുന്നത് ലക്ഷദ്വീപിൻ്റെ പാർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്സും ലക്ഷദ്വീപിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ലക്ഷദ്വീപിന് വേണ്ടി പ്രഭാരി ചെയ്തിരിക്കുന്നത്? എന്താണ് ലക്ഷദ്വീപിന് വേണ്ടി പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത്? ഈ പാർട്ടി നശിപ്പിച്ചത് ആരാണ്? ഈ പാർട്ടി ആരിലൂടെ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വീടിൻ്റെ തൊട്ട അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങൾ തേങ്ങയും ചുരണ്ടിയും നടക്കുന്ന നാടാണത്. ആ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കിക്കൊണ്ടൊന്നും അവിടെ ഒരു പാർട്ടിക്കും മുന്നിലേക്ക് പോകാൻ പറ്റൂല. ഒന്ന് മനസ്സിലാക്കണം പ്രഭാരി, ഇതിൽ മീറ്റിംഗ് കൂടാനും ഇത് ഇൻട്രസ്റ്റ് എടുക്കുന്ന ആരാണോ അവർ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി. എന്താണ് പുനഃപരിശോധിക്കേണ്ടത്? നമ്മളിപ്പം കഴിഞ്ഞ കമ്മിറ്റിയിൽ തീരുമാനിച്ച 2 കാര്യമാണ്. ഒന്ന്, രാജ്യദ്രോഹ പ്രസ്താവന നടത്തിയ ആയിഷ സുൽത്താനെതിരെ പരാതി. ആ പരാതി കൊടുത്തത് പിൻവലിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അതായത് കമ്മിറ്റി യോഗത്തിനകത്ത് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൽ സെഡേഷൻ വേണോ 124A വേണോ എന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ. അതായത് നമ്മുടെ നാടിനെയും രാജ്യത്തെയും അപമാനിക്കുന്ന വിധത്തിൽ അവർ പ്രസ്താവന നടത്തിയിരിക്കുന്നു. അതിലെതിരെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ള പരാതിയാണല്ലോ എഴുതി കൊടുത്തത്. അത് പാർട്ടി തീരുമാനമനുസരിച്ച് തന്നെയാണ് പരാതി എഴുതി കൊടുത്തിട്ടുള്ളത്. ആ തീരുമാനം ഇന്ന വകുപ്പ് ചേർക്കണമെന്നൊന്നും എഴുതി കൊടുത്തിട്ടില്ല. അതിനുള്ള നിർദ്ദേശം പറയണം. നിങ്ങളിങ്ങനെ കുറേ വികാരപരമായി പ്രസംഗിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് പറ. അത് പെട്ടെന്ന് നമുക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാമല്ലോ. ഭീഷണിയുടെ ഭാഷയിൽ അല്ലാതെ തന്നെ ഒരു കാര്യം പറയാനുണ്ട് അബ്ദുള്ള കുട്ടിയോട്. നിങ്ങൾ മലയാളികൾക്ക് വെറുക്കപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾക്കിടയിൽ നിങ്ങൾക്കൊരു സ്ഥാനമേ ഇല്ല. നിങ്ങൾക്ക് BJP-യുടെ പണമൊക്കെ വാങ്ങി അവരുടെ എച്ചിലൊക്കെ നക്കി കൂട്ടത്തിലുള്ളവരെയൊക്കെ ഒറ്റുകൊടുത്ത് ഇതുപോലെ ജീവിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ ഞങ്ങൾ നിങ്ങളെ ഒരു നികൃഷ്ട ജീവിയെ പോലെ വെറുക്കുന്നു. ആയിഷയ്ക്ക് പിന്തുണ. സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനമായി ജീവിക്കുന്ന ആൾക്കാരുള്ള 80% ഹിന്ദുക്കൾ താമസിക്കുന്ന ഭാരതം, ഇവിടെ നിന്റെ ജിഹാദി ഏർപ്പാടൊന്നും ഇവിടെ വേണ്ട. ഇവിടെ വിലപ്പോവില്ലത്. അത് കയ്യിൽ വെച്ചാൽ മതി, 8 മടക്കി കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ ജീവിക്കാൻ സൗകര്യമില്ലെങ്കിൽ, ഇവിടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ജീവിക്കാൻ സൗകര്യമില്ലെങ്കിൽ നീക്ക് പാകിസ്ഥാനിലേക്ക് പോകണം. ഇവിടെ കിടന്ന് കളിക്കണ്ട. ഇന്ത്യൻ രാജ്യത്തിലെ ഇന്ത്യൻ ജനങ്ങൾക്കെതിരെ എന്ത് തോന്നിവാസം പറഞ്ഞിട്ട് ഇവിടെ ജീവിക്കാമെന്നോ? ഇവരുടെയൊക്കെ വിചാരം ഈ പ്രവർത്തനത്തിൽ കൂടി ഇവിടെ ഈ രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാം എന്നാണോ? കൈ വെച്ചാൽ മതി. അത് ഒരു കാരണവശാലും ഇത് വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഇത് 100% ഇതിന്റെ അൾട്ടിമേറ്റ് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കേരളത്തിൽ ഇരുന്നുകൊണ്ട് എന്തുമാകാം, ജിഹാദികൾക്ക് എന്തുമാകാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത് കയ്യിൽ വെച്ചാൽ മതി. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്.